നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഇനാഗ്രേഷൻ്റെ ഡേയിലാണ് നമ്മളുള്ളത്. കൊച്ചി ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ അല്ലേ. അങ്ങനെ 8-ാം തീയതിയായി. ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മളെ ഷോറൂമിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ട്, അതായത് കൊച്ചി ഷോറൂമിൽ നിന്ന് ഫസ്റ്റ് ഡെലിവറിയാണ്, ഫസ്റ്റ് സെയിൽ അല്ലേ. അതായത് ഈ ഒരു വണ്ടിക്ക് ചരിത്രമുണ്ട് അല്ലേ. അതായത് ഫസ്റ്റ് കയറ്റിയതും അതെ, അത് ഞങ്ങൾ കരുവാരക്കുണ്ടിൽ നിന്ന് ഇവിടെ ഷോറൂമിൽ ഫസ്റ്റ് കയറ്റാനായിട്ടൊരു വണ്ടിയായിട്ട് വന്ന് അല്ലേ. ഉമ്മാനെയും കൊണ്ടുവന്ന് നമ്മൾ ഉമ്മാനെ വണ്ടിയിലിരുത്തി ഫസ്റ്റ് വണ്ടി നമ്മൾ ഷോറൂമിൽ കയറ്റി അല്ലേ. പക്ഷേ പിന്നെ ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അന്ന് തന്നെ അല്ലേ, ആ സ്പോട്ടിൽ തന്നെ, ആ ദിവസത്തിൽ തന്നെ പിന്നെ നമ്മളൊരു വേണ്ടപ്പെട്ട കസ്റ്റമർ വന്ന് അദ്ദേഹത്തിന് ഈ വണ്ടി നമ്മൾ സെല് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളത് ഒരു സ്പെഷ്യൽ ഡെലിവറി തന്നെ ആക്കിയിട്ട് ഇനാഗ്രേഷൻ ഡേയിൽ തന്നെ ആദ്യമായിട്ട് കൈമാറുകയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷ മുഹൂർത്തത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അല്ലേ. ഇന്ന് ഒരു അതിയായ ടെൻഷനിലാണ് ഞങ്ങളൊക്കെ അല്ലേ. കാരണം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഇപ്പം തന്നെ വിട്ടോ, ഇപ്പം തന്നെ എടുത്തിയാൽ ഇപ്പം തന്നെ വിടുക. ഇത് കട്ടിയൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ വരുന്ന ആൾക്കാർ ഇത് പരിപാടികൾ കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണും അല്ലേ. കാരണം ഇപ്പം ഇന്നലെ രാവിലെ എപ്പോഴാണ് പോയത്? 4 മണി 4:30 നേരെ പോയിക്കാണ്. സംഭവം ഉറക്കൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വരി, ഞങ്ങളിവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിയായ ടെൻഷനിലാണ് എല്ലാവരും, സന്തോഷത്തിലാണ്. നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹമുണ്ട് അല്ലേ. എല്ലാവരും വരി, നമ്മളെല്ലാവരും ഇവിടെ ഫുൾ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ മുഹൂർത്തത്തിൽ നിൽക്കുന്നത് അല്ലേ. ഫേ എന്താ പറയല്ലേ, എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. അശ്മാൻ എന്താ പറയല്ലേ, കൊച്ചി എന്ന് പറഞ്ഞ നഗരത്തേക്ക് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്തപ്പോൾ നമ്മളെ കൊച്ചിക്കാരാണെങ്കിൽ നമ്മളെ ആളുകളെ നമ്മൾ സ്വീകരിച്ച് ഒരു വെൽക്കമിങ് ഭയങ്കര ഒരു കോൺഫിഡൻസ് നൽകുന്ന സംഭവമാണ്. ഇപ്പോഴും ഇവിടെ ഒരുപാട് ഇവിടുത്തെ നാട്ടുകാരുണ്ട്. അതെ, കട്ടയ്ക്ക് നമ്മൾ കൂടെ ഉണ്ട്. അതിന് നമ്മൾ ഏറ്റവും വലിയ ധൈര്യം സപ്പോർട്ട് എന്ന് പറയുന്നത്. അതെ, അതായത് കരുവാരന്റെ കൂട്ടൊരു ഫീൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞു പോയിങ്ങാണ്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനും. പക്ഷെ പിന്നെ 1.5 മാസം കഴിഞ്ഞപ്പോ എല്ലാ ടെൻഷനും 2-3 മാസമായിട്ട് അവിടെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട്. അതെ, മുന്നോട്ട് കിട്ടിയ സപ്പോർട്ട് അവന്റെ ഫുൾ കോൺഫിഡൻസ് ലെവല് നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പറയണേ എന്ത് വള്ളി ഉണ്ടെങ്കിലും നമ്മ വിളിച്ചോ. സംഭവം ഓനെ പറഞ്ഞ ഡയലോഗാണ്. കട്ടൊക്കെ നമ്മളെ കൂടെ നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. കസ്റ്റമർ കംപ്ലീറ്റ് നമ്മൾ പറയുന്നത് വണ്ടി എടുത്തു കൊടുത്തില്ലെന്നുള്ളതല്ല, എനി ടൈം നമുക്ക് എന്ത് ആവശ്യങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ ഇവിടുത്തെ പിന്നെ വാഹന കച്ചവടക്കാരായാലും രാഷ്ട്രീയക്കാരായാലും പിന്നെ സാധാരണക്കാരായാലും എല്ലാവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് വെൽക്കം ചെയ്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരും അല്ലേ. ഒരുപാട് ആൾക്കാർ നേരിട്ട് കണ്ടു വിളിച്ചിട്ടുണ്ട്, കാണാത്ത ആൾക്കാരുണ്ട് അല്ലേ. അതേ ഔദ്യോഗികമായിട്ട് വീഡിയോയിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നീട്ടണില്ല. നമ്മളെ ഫുൾ ടീം മെമ്പേഴ്സ് കൂടെ ഉണ്ട്. ക്യാമറക്ക് ഒന്ന് തിരിച്ചോ ഇങ്ങനെ, അതായത് ഒന്ന് എല്ലാവരും കാണിക്കാം. അതായത് ഇവിടെ നിൽക്കുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഉറക്കം 2-3 ദിവസം പോയതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് ഓല അധ്വാനം കൊണ്ടാണ് അല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലെ രാത്രി ആകെ പറഞ്ഞത് വീഡിയോ എടുക്കാൻ എനിക്ക് അന്താനി അസ്മോനും മോനുവിന് കുറച്ച് നേരത്തിന് തരണം. കാരണം എന്താ വെച്ചാൽ ആകെ ഓടിയ കാരണം അല്ലേ. ഞങ്ങൾ എന്നാലും 2-3 മണിക്കൂർ ഇറങ്ങിയിരിക്കണം. ഓല ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഓല അത്രയും ഓല എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. ഫുൾ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്യാമറ ഇങ്ങനെ തിരിച്ചോളി. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് കൈമാറല്ലെന്നാ നമുക്ക് കസ്റ്റമറെ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യാം. നമ്മളെ സ്പെഷ്യൽ കസ്റ്റമറാണ് അല്ലേ. ഒരുപാട് വിശേഷങ്ങൾ അവരതും പങ്കുവെക്കാണ്ട് അല്ലേ. എന്നാൽ അവരെ വെൽക്കം ചെയ്യാം. നഫൽക്കം വരി, സ്വാഗതം. സഫാരി കാർസിലോട്ട് സ്വാഗതം. വരി മോളോസ് വാ. 2 ചക്കര കുട്ടികളാണ്. ഇത് നമ്മളെ കുട്ടികളാണ് കേട്ടോ. ഇന്നലെ രാത്രി വന്നിട്ടേ നേരെ ഞങ്ങളെ കാക്കുവിടെ വെച്ചിട്ട് മേലക്ക് എത്തിയത്. വാ 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 വാ. എവിടെ എന്തൊക്കെ സർപ്രൈസൊക്കെ എടുത്തു വെച്ചിരുന്നല്ലോ. എന്താ സംഭവം? എൻ്റെ ലൈഫിൽ ഇതൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഈ ഒരു ഏജിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്ന്. ആൻഡ് ഐ ആം റിയലി താങ്ക്സ് ടു മൈ പാരന്റ്സ് ആൻഡ് സഫാരി കാർസ്. വെരി ഗുഡ്. മാഷാ അല്ലാ. മുളസിന് എന്താ പറയല്ലേ? എന്താ പേര്? ഐഷ. ഇയാളെ ഞങ്ങൾ പറ്റിക്കാല്ലേ പരിപാടിയായിരുന്നു അല്ലേ. ഞങ്ങൾ സർപ്രൈസ് എടുത്തു വെച്ച്. ആദ്യം വണ്ടി വാങ്ങിയ ഇദ്ദേഹത്തിന് അറിയില്ല. ഇതിന് മുന്നേ ഒരു ദിവസം ഇവിടെ വന്നിട്ട് എന്നോട് കുറേ ചോദിച്ചു ഏതാ വണ്ടി അല്ലേ. ആരാ പറഞ്ഞു കൊടുത്തേ വണ്ടി? ലാസ്റ്റ് ഉമ്മിന് സോപ്പിട്ടു അല്ലേ. ഉമ്മിനെ പറ്റിച്ച് കണ്ടെത്തി വണ്ടി അല്ലേ. ആദ്യം എന്നോട് ചോദിച്ചു റോൾസ് റോയ്സ് ആണോ ലംബോർഗിനി ആണോ, ഏത് വണ്ടിയാ ചോദിച്ചേ? റേഞ്ചർ റോവർ. ഇപ്പൊ മനസ്സിലായി. ആദ്യം ഏതാ വിചാരിച്ചേ? റോൾസ് റോയ്സ് ആണ് ആള് കരുതിയത് അല്ലേ. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നമുക്ക് റോൾസ് റോയ്സ് എടുക്കണം കേട്ടോ. ഇതേമാതിരി തന്നെ ഡെലിവറി എടുക്കണം കേട്ടോ.
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നൗഫൽക്ക, ഇത് നൗഫൽക്ക, പേര് നിങ്ങൾ പറയണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പരിചയപ്പെടുത്തും. എൻ്റെ പേര് നൗഫൽ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. പിന്നെ സഫാരി കാസ്റ്റിൽ ഞങ്ങൾ മുന്നേയും വന്നിട്ടുണ്ട്. അതെ. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവരുടെ ഒരു സ്വീകരണം നമുക്ക് വളരെ ഓരോ പ്രാവശ്യം നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവരിൽ നിന്ന് നമുക്കൊരു വണ്ടി എടുക്കുന്നത് വളരെ ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു വണ്ടി തന്നെ അവർ നമുക്ക് സെലക്ട് ചെയ്ത് തന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഹഫ്സനാണ് കൂടെ ഫുള്ള് സപ്പോർട്ടിൽ നിന്നത്. അപ്പോൾ ഹഫ്സനും ഈ ഒരു സമയത്ത് നമ്മുടെ താങ്ക്സ് പറയുന്നു. അതേപോലെ ഇവരുടെ കുടുംബത്തിൽ ഈ ഒരു വലിയൊരു പ്രോജക്റ്റിൽ നമുക്കൊരു പാർട്ടാവാൻ പറ്റിയതിൽ അതിയായ സന്തോഷമാണ്. താങ്ക് യു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെ എത്തിപ്പെട്ട്? അന്ന് ഇതെല്ലാവരും കരുതുന്നുണ്ടാവും നമ്മൾ പ്ലാൻ ചെയ്ത് അന്ന് തന്നെ വണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് കരുതുന്നുണ്ടാവും. അങ്ങനെ എന്നോട് 1-2 ആൾക്കാരെ അഭിപ്രായം ചോദിച്ചു. ഫസ്റ്റ് വണ്ടി കയറ്റി ഫസ്റ്റ് ഡെലിവറി അതന്നെ അന്നത്തെ ഡേയിൽ തന്നെ സെയിലും. നിങ്ങളൊരു വണ്ടിന്റെ ലിസ്റ്റേ ഞങ്ങൾ എത്തുന്നില്ലത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, വണ്ടി ലിസ്റ്റ് അറിയില്ല. ഞങ്ങൾ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. ഞങ്ങൾ വന്നു ഹഫ്സിന് നമുക്ക് വണ്ടി കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി ചെറുതായിട്ട്. അപ്പൊ തന്നെ ആ ഒരു ഫസ്റ്റ് വണ്ടി ഇവിടെ കയറി സ്ഥിതിക്ക് എന്തായാലും അത്യാവശ്യം നല്ല വണ്ടി തന്നെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതപ്പോ തന്നെ നമ്മള് ശരി. ഇദ്ദേഹം പിന്നെ ഒരു ടീച്ചറാട്ടോ, പേര് പറഞ്ഞോടക്കി. തസ്നി. എന്താ പറയല്ലേ സഫാരി കാർസിൽ വന്നിട്ട്? സഫാരി കാർസ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. അപ്പോഴൊക്കെ വിചാരിക്കുമായിരുന്നു ഇവിടെ ഒരു വണ്ടി ഇറക്കണം എന്നുള്ളത്. എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പൊ അതിന് സാധിച്ചു. ഭയങ്കര സന്തോഷം. താങ്ക്സ് മൈ ഹസ്ബൻഡ്. അതെ തീർച്ചയായിട്ടും. ദൈവം ഇനിയും ഇതേപോലെ ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതോ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി പറഞ്ഞിരുന്നല്ലോ ഇന്നലെ, ആരുണ്ടാക്കിയേ? ഇതേ പാണ്ടേ പാട്ട് പാടൂലേ? ഇല്ലേ? അത് ശരി. ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇവർ കട്ട് ചെയ്തോളൂ, മാമാര് കട്ട് ചെയ്തോളൂ. പാടിക്കോ. പറയോ? നിന്റെ പേരെന്താ? ആ. ഇദ്ദേഹോ? ഇതോ? ആ മറന്ന്. അതെ മറ്റാളാണ് റോളല്ലേ? ആ. ഇത് അഷ്നാസ്, ഇത് അഫ്ലഹ്. ആ ഒരു ഹായ് കൊടുത്തോളൂ. യെസ്, അടിപൊളി 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 അടിപൊളി. എന്താ പേര്? സഫാരി കാർസ് മുന്നേ അറിയോ? ഇല്ലേ? വണ്ടികൾ കാണണ്ടേ? വണ്ടികൾ ഇഷ്ടമുണ്ടോ? വണ്ടികൾ കയറി. അങ്ങനെ നമ്മൾ ആദ്യ ഡെലിവറി കഴിഞ്ഞു. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊക്കെ ദുബായിൽ നിന്ന് കയറി ഇന്നലെ ഇവിടെ ഇറങ്ങിയതാണ്. ദുബായിൽ നിന്ന് നമ്മൾ ഇനാഗ്രേഷൻ പരിപാടിക്കായിട്ട് എത്തിയതാണ്. സന്തോഷം. ഞാൻ കുറച്ച് മുന്നേ വന്ന് കണ്ടതാണ്. ഞാൻ ഉദ്ദേശിച്ച അതേ സന്തോഷം. താങ്ക് യു. നസിക്ക, എന്താ ശേഷം? നസിക്ക ഇവിടുത്തെ നാട്ടുകാരനാട്ടോ. നമ്മളെ 1 വർഷമായിട്ട് ഇവിടെ വന്നു നസിക്കാരെ കണ്ടിരിക്കണം. അന്ന് നമുക്ക് ഫ്ലാറ്റ് എടുക്കാൻ ഇതിനൊക്കെ അതിന് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും വരും. എല്ലാവരും എത്തോലല്ലേ? ഇരിക്കട്ടോ. ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഓഫീസിൽ ഇരിക്കണോ? ശരി. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളി, ഞങ്ങളോട് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും കേൾക്കത്തില്ലേ? അപ്പം നമ്മൾ ഫുൾ ടീം എത്തിയിട്ടുണ്ട്. അയ്യോ അൻഷേ, എന്തൊക്കെ കറക്റ്റ് ടൈമോ? നമുക്ക് വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്യണം കേട്ടോ. നമ്മളെ ആപ്പ് ലോഞ്ചൊക്കെ ഉണ്ടെന്ന് കേട്ടോ. എല്ലാവരും ഒരു ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യണം. നമ്മളെ ആപ്പ് സഫാരി കാർസിൻ്റെ ആപ്പ് ഡെവലപ്പ് ചെയ്ത ടീമാണ് അൻഷിദും സുഹൃത്തും. എന്തായാലും നമുക്ക് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യാം അല്ലേ? ഇന്നപ്പോൾ അങ്ങനെ പ്രോഗ്രാമുണ്ട്. എന്താ ശേഷം? കറക്റ്റ് എത്തി ഇൻഷാ അല്ലാഹ്. ഇവിടെ അച്ഛാ സുധിച്ചേട്ടാ, എന്താ വർത്താനം? ഞാൻ എൻ്റെ രാവിലെ 7 മണിക്കത്തെ റിസോർട്ടിൻ്റെ വീഡിയോ കണ്ടപ്പോഴേ ഒന്ന് വിളിച്ചാൽ നിന്നാണ്. പിന്നെ ഞാൻ രാവിലെ റിസോർട്ടിൽ പോയി. ആയിക്കോട്ടെ മിസ്സോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും പ്രോഗ്രാമിനെത്തി. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വരും. ഇനി വീഡിയോകൾ തുടരെ വരും. കാരണം 2-3 മാസമായിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ വരാത്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ലവോ? അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട, ഞങ്ങളെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.